ശസ്ത്രക്രിയയുടെ ശാരീരിക അവശതകൾ പോലും വകവയ്ക്കാതെ ജനാധിപത്യത്തോടുള്ള തന്റെ കടമ നിറവേറ്റാൻ ആംബുലൻസിലെത്തിയ രാജിയുടെ നിശ്ചയദാർഢ്യം ശ്രദ്ധേയമാകുന്നു. സിസേറിയൻ കഴിഞ്ഞ് വെറും 3 ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് രാജി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. സിസേറിയൻ കഴിഞ്ഞ് ആശുപത്രിയിൽ വിശ്രമത്തിലായിരുന്ന രാജിക്ക് വോട്ട് ചെയ്യണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു. ശാരീരികമായി അവശതകൾ ഉണ്ടായിരുന്നിട്ടും തൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് രാജി ഉറപ്പിച്ചു. തുടർന്നാണ് ആംബുലൻസിൽ രാജിയെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കാൻ ആശുപത്രി അധികൃതർ തീരുമാനിച്ചത്. എൻ്റെ പേര് ഡോക്ടർ നീക്കോ ഇനിസ് ചിരിയങ്കണ്ടത്ത്. ഞാൻ ദേശം CA ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഇലക്ഷനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇന്നലെ ചൊവ്വാഴ്ച സിസേറിയൻ കഴിഞ്ഞ പേഷ്യൻ്റാണ് രാജിക്ക് ഇന്ന് കാലത്താണ് പറഞ്ഞത് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല ഡോക്ടർ, അങ്ങനെ ഒരു വിഷമം സൂചിപ്പിച്ചു. അപ്പോൾ ഞങ്ങളാണ് ചോദിച്ചത് രാജിക്ക് വോട്ട് ചെയ്യണോ, എന്തെങ്കിലും സാഹചര്യം ഞങ്ങൾ ഒരുക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ രാജി ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. അപ്പോൾ സമ്മതിദാനം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളൊരു നിധിയാണല്ലോ. അത് നഷ്ടപ്പെടുത്തി കളയാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 5 വർഷത്തേക്ക് നമുക്കത് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്തതാണ്. അപ്പോൾ പുള്ളിക്ക് മാത്രം അത് നിഷേധിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഓണർ ഡോക്ടർ ഷെരീഫായിട്ട് സംസാരിച്ചു. ആംബുലൻസൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലായിട്ട് തന്നെ അറേഞ്ച് ചെയ്തു. സ്റ്റാഫായിട്ടുള്ള മാട്രൺ സിസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ OT ഇൻചാർജ്, വാർഡ് ഇൻചാർജ് സിസ്റ്റർമാരും എല്ലാവരും കൂടി ഞങ്ങൾ ആംബുലൻസിൽ എല്ലാ പരിചരണവും കൂടി കൂടിയിട്ടാണ് കൊണ്ടുവരുന്നത്. എൻ്റെ പേര് ഗ്രേസി ഡേവിസ്. ഞാൻ CA ഹോസ്പിറ്റലിലെ മാട്രനാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങളെല്ലാവരും രാവിലെ വോട്ട് ചെയ്ത് ട്യൂസ്ഡേ സിസേറിയൻ കഴിഞ്ഞ പേഷ്യൻ്റാണ് രാജി. അപ്പോൾ ഞങ്ങളൊക്കെ വോട്ട് ചെയ്തത് കാണിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ 2 ദിവസം ആയതുകൊണ്ട് ഞങ്ങളെ എന്നെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ CA ഹോസ്പിറ്റലിൻ്റെ MD ഡോക്ടർ ഷെരീഫായിട്ട് ഞങ്ങൾ സംസാരിച്ചു. ഡോക്ടറുടെ റിസ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ രാജിക്ക് ഒരു വോട്ടവകാശം നിഷേധിക്കണം, ഇനി 5 വർഷം കഴിഞ്ഞല്ലേ വരുള്ളൂ. അപ്പോൾ ഡോക്ടർ ഷെരീഫ ആംബുലൻസ് അനുവദിച്ച് തന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എന്ത് വന്നാലും ഞങ്ങൾക്ക് എല്ലാ റിസ്ക്കും അവിടെ ഏറ്റെടുക്കാൻ പറ്റും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സർജറികളും ഉള്ളതുകൊണ്ട് എല്ലാ ധൈര്യമായിട്ട് തന്നെ പോയിട്ട് വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ രാജീനെ കൊണ്ടുവന്നു. ആംബുലൻസിൽ ബൂത്തിന് സമീപമെത്തിയ രാജിക്ക് പോളിംഗ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. എൻ്റെ പേര് അബ്ദുൾ റഷീദ്. ഞാൻ ബൂത്ത് നമ്പർ 28 പ്രിസൈഡിംഗ് ഓഫീസറാണ്. ഇത് ജനാധിപത്യ സംവിധാനത്തിൽ പങ്കെടുക്കാനുള്ള ഒരു വ്യക്തിയുടെ അദമ്യമായ ആഗ്രഹമാണ്. കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ച സിസേറിയൻ കഴിഞ്ഞ ഒരാൾ ഇത്തരത്തിൽ റിസ്ക് എടുത്ത് ഇങ്ങനെ വോട്ട് ചെയ്യാൻ വരിക എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് എല്ലാവിധ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചും ആവശ്യമായ പരിചരണങ്ങൾ നൽകിയുമാണ് രാജിയെ വോട്ട് ചെയ്യാൻ ബൂത്തിനുള്ളിലേക്ക് എത്തിച്ചത്. തൻ്റെ ആരോഗ്യസ്ഥിതിയേക്കാൾ പ്രാധാന്യം ഒരു വോട്ടിനുണ്ടെന്ന് തെളിയിച്ച രാജി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തിരികെ ആശുപത്രിയിലേക്ക് മടങ്ങി. എൻ്റെ പേര് രാജി. എനിക്കിപ്പോൾ സിസേറിയൻ കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസമാണ്. ഞാൻ കുഞ്ഞിനെയും കൊണ്ടാണ് വോട്ട് ചെയ്യാൻ വന്നത്. നമ്മുടെ സമ്മതിദാനാവകാശം നമ്മൾ രേഖപ്പെടുത്തണമല്ലോ. അപ്പോൾ എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് എന്താ CA ഹോസ്പിറ്റലിനും ഡോക്ടർ നീക്കോ സാറിനും നന്ദി. രാജിയുടെ ഈ പ്രവർത്തനം പോളിംഗ് ബൂത്തിലെത്തിയ മറ്റുള്ളവർക്കും വലിയ പ്രചോദനമായി മാറി. അവിടെ സംസാരിച്ചു. ഡോക്ടർമാരും നേഴ്സും എല്ലാവരും കൂടി ഇവിടെ വന്ന് അവിടെ ഈ 28ാം ബൂത്ത് കാകപ്പറമ്പ് കമ്മ്യൂണിറ്റി ഹാളിൽ വോട്ട് രേഖപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അവരുടെ ആ മനസ്സിന് അതായത് 2 ദിവസമായിട്ടുള്ളൂ ആ കൈക്കുഞ്ഞിനെ കൊണ്ട് വന്ന് ഇവിടെ വോട്ട് ചെയ്ത അവർക്ക് ഭയങ്കരമായ ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ നന്ദി സ്നേഹവും ഒക്കെ അർപ്പിക്കാൻ ഞങ്ങൾ. രാജിക്ക് വോട്ട് ചെയ്യാനായിട്ട് ഇന്ന് സാധിച്ചതിന് ഡോക്ടർ നീക്കോയ്ക്കും CA ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷെരീഫയ്ക്കും ബാക്കി എല്ലാ സ്റ്റാഫിനും ഇതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയും.